സഹായിക്കട്ടെ. ഈ വർഷം നാട്ടിൽ യാത്ര ചെയ്യാതിരുന്ന ആരെങ്കിലും ഉണ്ടോ? അമിത്സ്വത്രം ചെയ്യുന്ന ആരും യാത്ര ചെയ്യാതിരുന്നവര് ശോഭത്തിന് പോയില്ലേ നാട്ടില്? ഡോക്ടർ യാത്ര ചെയ്തില്ലയോ? ബീദിയിൽ പോയില്ലയോ ജനുവരി? അതെ, യാത്ര ചെയ്യാതിരുന്നവർ നമ്മുടെ മധ്യത്തിലില്ല. നാട്ടിൽ പോയവരെ കൺമണി പോലെ ദൈവം സൂക്ഷിച്ചു, പരിപാലിച്ചു, അനുഗ്രഹത്തോടെ കൊണ്ടുവന്ന് കർത്താവിന്റെ സ്നേഹത്തെ ഓർത്ത് സ്തോത്രം. സമയകാലത്തിലേക്ക് കടക്കാം. അവൻ സ്തോത്രം ചെയ്യുന്നു. പറഞ്ഞാൽ സമയം പോകും. കൂടി വന്നിരിക്കുന്ന ഏവർക്കും വീണ്ടും വന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. It's already 11:56. There is no time. There aren't any minutes to spare. But through Regional, the Holy Spirit already spoke a message and everything. Really, it's like He gave a full course, 5-course meal. I am simply coming to give you a little bit of coffee after your meal to go back home. Amen. ഇന്ന് പകല് റിജിൽ അങ്കിൾ കൂടി അവൻ സ്വന്തം കർത്താവിന്റെ ആത്മാവ് സംസാരിക്കാൻ ഇടയായി. അവൻ സദ്യയും വിളമ്പി കഴിഞ്ഞു. 5 കൂട്ടം അടപ്രഥമനോടുകൂടിയാണ് അവൻ സദ്യയും. അവൻ സദ്യ വിളമ്പാൻ സമയമില്ല. അല്പം കാപ്പിയോ ചായയോ മാത്രം തന്നുവിടാനായിട്ട് ആഗ്രഹിക്കുകയാണ്. So simply I will have us read 4 references, make brief points and close. It's based on a parable that we all know, the parable of the 10 virgins. So just 4 references that we can keep in mind as we just mentioned a few points about this parable. Can we take Psalm chapter 90 verse 12? ആമേൻ. പ്രിയമുള്ളവരെ, നമുക്കെല്ലാം പരിചയമുള്ള യേശു കർത്താവ് പറഞ്ഞ ഒരു ഉപമയാണ്, അല്ലെങ്കിൽ ഒരു കഥയാണ്. 10 കന്യകമാരുടെ കഥ. വിശുദ്ധിയുള്ള ബന്ധത്തില് ആ 10 കന്യകമാരോടുള്ള ചില കാര്യങ്ങൾ അവൻ പറയാൻ ആഗ്രഹിക്കുന്നതിനോട് ബന്ധപ്പെട്ട് 4 വാക്യങ്ങൾ പെട്ടെന്ന് നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി ഒന്ന് വായിക്കാം. അവൻ ഒന്നാമത്തേത് 90-ാം സങ്കീർത്തനം അതിന്റെ 12-ാമത്തെ വാക്യം. ആരെങ്കിലും എടുത്ത വർഷം ആമേൻ. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം ഒരാൾക്ക് എടുത്ത് വായിക്കാം. റോമൻ 8:9. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരിക്കും. ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. Next, 2 Corinthians chapter 1 verse 22. അടുത്ത 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവ് എന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. And finally, Galatians chapter 6 verse 9. അവസാനത്തത് ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. Let us not become weary in doing good, for at the proper time we will reap a harvest if we do not give up. നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാൻ ഞാൻ തക്ക സമയത്ത് നാം കൊയ്യും. ആമേൻ. We know that the reason why we must perfect holiness, a message that's not just stopping with the 12 months of this year, but something that we must carry until the trumpet sounds, carry until the end of our lives. If that happens before the trumpet sounds, it's because Jesus Christ is coming soon. പ്രിയമുള്ളവരെ, നാം ഈ വർഷം മുഴുവനും വിശുദ്ധിയെ തികയ്ക്കുന്ന വർഷമാണെന്നുള്ള ചിന്തയിൽ ഓരോ മാസങ്ങളും പരിശുദ്ധാത്മാവിന്റെ ചിന്തയിൽ കൂടി കടന്നു പോവുകയായിരുന്നു. അവൻ എന്തുകൊണ്ട് വിശുദ്ധിയെ തേക്കണം? ഒന്ന്, അവൻ സ്വന്തം കർത്താവിന്റെ കാഹളം ധ്വനിക്കാറായി അവൻ വാതിൽക്കൽ എത്തിയിരിക്കുന്നത് കൊണ്ട് അവൻ നാം ദ്രുതഗതിയിൽ വിശുദ്ധിയെ തേക്കണം. അത് ഈ ഒരു വർഷം കൊണ്ട് തീരേണ്ടതല്ല. കാഹളം ധ്വനിക്കുന്ന നിമിഷം വരെയും, കർത്താവിന്റെ സന്നിധിയിൽ ഞാനും നിങ്ങളും ചേർക്കുന്ന നിമിഷം വരെയും അവൻ നമ്മുടെ ദൂത് അവൻ ആയി നമ്മോട് കൂടെ ഇന്ന് രാവിലെ നമ്മൾ ഇതിൽ കൂടെ കേട്ടതുപോലെ നമ്മോട് കൂടെ ഇരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. We already know the parable of the 10 virgins. I'm not going to go verse by verse, just mentioning a few points. First of all, as we already know, which we already hinted at it across the entire year, the fact that all 10 of them were virgins. We're thinking about, they're waiting for the bridegroom to come. They need to be holy. They need to be prepared. But it wasn't as if the 5 foolish ones were unholy or unholy by like what the standards. They were all still virgins. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ മർമ്മം പലപ്പോഴും ആരും പ്രസംഗിക്കാറില്ല, പ്രത്യേകിച്ച് പ്രതികൂസുകാർ പ്രസംഗിക്കാറില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ മർമ്മം കണ്ണു വീഴുന്നില്ല എന്നുള്ള വിഷയം. കാരണം 10 കന്യകമാരുടെ ഉപമയിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, 10 പേരും ആരായിരുന്നു? കന്യക എന്ന് പറഞ്ഞാൽ മറ്റ് all 10 of them, it says in the first verse of Matthew chapter 25, all of them were virgins, all of them took their lamps, and all of them went to go meet the bridegroom. ശ്രദ്ധിക്കണം,
10 പേരും കന്യകമാരായിരുന്നു, അതായത് കളങ്കപ്പെടാത്തവരായിരുന്നു, മറ്റ് ജാരന്മാരോ മറ്റ് ഉപദേശങ്ങളൊന്നും പോകാത്തവരായിരുന്നു. 10 പേർക്കും വിളക്കുണ്ടായിരുന്നു, എണ്ണയും ഉണ്ടായിരുന്നു. പണ്ട് 4 അന്യഭാഷ പറഞ്ഞ് ഇന്നും വെച്ചോണ്ട് നടക്കില്ല. പെന്തക്കോസ്തലനായിട്ട് ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ ഇന്നലെ പറഞ്ഞ 4 അന്യഭാഷ കാണാതെ പഠിച്ച് എന്നൊന്ന് റിപ്പീറ്റ് ചെയ്തൊന്ന് സ്വർഗത്തിൽ പോകാന്ന് വിചാരിക്കുന്നു. നീ അവൻ യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഓർത്തോണം. അവൻ വിശുദ്ധിയല്ല, കാരണം കന്യകമാരാ 10 പേരും. ശ്രദ്ധിച്ചോണം, ഇത് കട്ടിയുള്ള ഉപദേശമാണ്, സത്യമായ ഉപദേശം കൂടാ. ഇനി ആരെങ്കിലും പെന്തക്കോസ്തലൻ രക്ഷിക്കപ്പെട്ട് ജ്ഞാനപ്പെട്ടു ശ്രദ്ധിച്ചോ, ഇല്ല, നീ പോകില്ല. ശ്രദ്ധിച്ചു കേൾക്കണം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടുകൊണ്ട് സ്വർഗത്തിൽ പോകണമെന്നില്ല. അവൻ 10 പേരും കന്യകമാരായിരുന്നു. 10 പേർക്കും വിളക്കുണ്ടായിരുന്നു. 10 പേരുടെയും വിളക്ക് കത്തിയതായിരുന്നു. 10 പേരുടെയും വിളക്കിനകത്ത് എണ്ണ ഉണ്ടായിരുന്നു. ആദ്യം കത്തുമ്പോൾ, ശ്രദ്ധിച്ചു കേൾക്കണം, കത്തുമ്പോൾ. അതുകൊണ്ട് 10 വിശുദ്ധി എന്ന് പറയുമ്പോൾ നീ വിചാരിക്കുന്ന വിശുദ്ധി അല്ലെന്ന് പറയാനായി വന്നത്. അവൻ നമ്മുടെ ഒരു കളങ്കമില്ലാതെ തെറ്റുകൾ ചെയ്യാതെ കർത്താവ് കൊണ്ടുപോകുന്ന ആരെങ്കിലും ഇല്ല, തെറ്റിപ്പോയി. അതുകൊണ്ട് കർത്താവ് 10 കന്യകമാരുടെ മിക്കവാറും പരിശുദ്ധാത്മാനെ പറയുന്നത്. പരിശുദ്ധാത്മാനെ പറയാനല്ല, നീ വിശുദ്ധിയും നിന്റെ വിശുദ്ധി കൊണ്ട് പോകുമെന്നൊക്കെ ചിന്തയുണ്ടെങ്കിൽ ഇന്നത് പടം മടക്കി വെച്ചോ, അത് മടക്കി കുത്തി മടി വെച്ചോ, നടക്കില്ല. നീ പോകില്ല. നീ എത്ര പ്രാർത്ഥനയ്ക്ക് പോകുന്ന വ്യക്തിയാണെന്നും പോകത്തില്ല. പരിശുദ്ധാത്മാവിനെ ശ്രദ്ധിച്ചു നടക്കാതെ നീ പോകില്ലെന്ന് പരിശുദ്ധാത്മാവ് ശക്തിയോട് കർത്താവ് വരാൻ പോകുന്നു. അടുത്തു വന്ന് അവൻ വാതിൽക്കലായിരിക്കുന്ന അവൻ കാഹളം മുഴങ്ങുന്ന സമയത്ത് പരിശുദ്ധാത്മാവോട് പറയുകയാണ്. The one that differentiated the foolish bride, the foolish virgins, was that they did not take extra oil with them. When all the 10 were there and they were waiting for the bridegroom to come, he didn't come at a time that they were expecting, so they all got drowsy and fell asleep. All 10 of them, the wise ones and the foolish ones, fell asleep. So the wise and the foolish were equally guilty of expecting the bridegroom to come according to their expectations, according to their agenda and time, as long as their current lamps were to be lighted. Oh, this is the perfect time for the bridegroom to come. He should come now. But when he didn't come, they started to fall asleep. ശ്രദ്ധിക്കണേ, 10 കന്യകമാരും മണവാളൻ വരാതിരുന്നപ്പോൾ എന്ത് ചെയ്തു പോയി? ഉറങ്ങിപ്പോയി. ഓർത്തോണം, നമ്മളെല്ലാം റെഡി ആയിരിക്കും. നമ്മൾ എക്സ്പെക്ട് ചെയ്യുമ്പോഴല്ല കർത്താവ്. നമ്മൾ വിചാരിച്ചു വലിയ പമ്പ ആത്മാവ് രക്ഷിക്കപ്പെട്ട ഭയങ്കര എല്ലാ പ്രാർത്ഥനയ്ക്ക് പോകുന്ന ഉണർവായിരുന്നു. ആത്മാവിൽ ഭയങ്കരമായിട്ട് ആത്മാവിൽ ആരാധിച്ച് കത്തിയത്. ചിലപ്പോൾ കർത്താവ് ഒന്നും വരത്തില്ല. നീ സ്വപ്നേവി വിചാരിക്കാതിരിക്കുമ്പോൾ കള്ളനെ പോലെ വരും. പക്ഷെ ഒരു കാര്യം, ഫുളിഷ് ഈ ബുദ്ധിയില്ലാത്ത കന്യക ആകെപ്പാടെയുള്ള കുഴപ്പം, അവിടെ സ്റ്റോക്ക്. അതുകൊണ്ട് ഈ കൂട്ടായ്മ എന്തുകൊണ്ട് സഭായോഗങ്ങൾ ഉപേക്ഷയായിട്ട് വിചാരിക്കരുതെന്ന് ബൈബിളിൽ പഠിപ്പിക്കുന്നു. നീ വന്ന് ദിവസം എപ്പോഴും നിന്നെ നിറയ്ക്കണം. നമ്മുടെ ഡോക്ടറിന് ടെസ്ല കാർ വേറെ നമ്മുടെ മധ്യത്തില് ടെസ്ല കാർ എന്ന് പറയുമ്പോൾ അതെപ്പോഴും പോയി ചാർജ് ചെയ്യണം. ചാർജ് ചെയ്തില്ലെങ്കിൽ എത്ര നല്ല കാറാണേലും $1000s കൊടുത്താലും വഴി കടന്നു പോകുന്നത് രക്ഷയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്ന നിയമം, അവൻ സൂപ്പർ ചാർജ് സ്റ്റേഷനിൽ പോയിട്ട് ഡോക്ടർ എപ്പോഴും പറയുന്ന, ഞാൻ ചാർജ് ചെയ്തോണ്ടിരിക്കുക, കാർ നീ ചാർജ് ചെയ്യാൻ, നിന്നെ ചാർജ് ചെയ്യാൻ സഹായിക്കുന്ന കാര്യങ്ങളാ കൂട്ടായ്മകൾ, പ്രാർത്ഥനകൾ. അവൻ ഒരുമിച്ചുള്ള പ്രാർത്ഥന. ഞായറാഴ്ചത്തെ ഒരു ആരാധന കൊണ്ട് തൃപ്തിപ്പെടാൻ നോക്കി. നിന്റെ കയ്യിൽ സ്റ്റോക്ക് കാണത്തില്ല. പ്രശ്നം വരുമ്പം നീ പാടിപ്പോകും. നിൽക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് അവൻ സമയം തക്കത്തിൽ ഉപയോഗിക്കുകയും നിന്നെ തന്നെ അവൈലബിൾ ആക്കുകയും അവൻ കർത്താവിന്റെ വേളയിൽ നീ വ്യാപൃതനാക്കുകയും എപ്പോഴും നീ കത്തിക്കൊണ്ടിരിക്കണം. അവൻ ഓർത്തോണം, അവൻ ആ ബുദ്ധിയുള്ളവർ ഉറക്കുന്ന ഒരു ലോകത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നു. ഉറക്കിക്കളയുന്ന ഒരു ലോകത്തിലാണ്. അറിയാതെ മാണ്ട് ഉറങ്ങിപ്പോകും. ഒരു വേള ഉറങ്ങിപ്പോയാലും കാഹളം തുണിക്കുമെന്ന് ചാടി എഴുന്നേൽക്കുകയാണെങ്കിൽ കത്തിക്കാൻ വിളക്കിൽ എണ്ണ വേണം. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ കേൾക്കുക. We talked about restoration. The reason why when at midnight, when a voice said the bridegroom is here, the reason why the wise, all 10 of them got up to light their lamps again, because all of them were dim, but the wise ones were able to get restored to their previous state of being prepared and ready for the bridegroom to come, because they had that extra oil. The foolish ones, they tried. It's not that they didn't know that they needed lamps or anything. They had the lamps, but what was the previous amount of oil they had, or what their expectations of the time of that all expired. They didn't have enough oil to last them in the middle of the night when the bridegroom came, at the time that they most needed that light. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണേ, ഈ 10 കന്യകമാരുടെയും വിളക്കരികയായിരുന്നു. ഉറങ്ങിപ്പോയപ്പോൾ ഈ വിളക്കുകളെല്ലാം കെട്ടുപോയി. വിളക്ക് കത്തിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു. കാഹളത്തോടെ ഇത് അവൻ മണവാളുടെ വരവിന്റെ ധ്വനി കേട്ടപ്പോൾ ചാടി എഴുന്നേറ്റ് എല്ലാവരും എന്ത് ചെയ്യുക?
കത്തിക്കാൻ നോക്കുക, കെട്ടുപോയി. ഇന്ന് പകൽക്കാലം കെട്ടുപോയ വിളക്കുകളുമായിരിക്കുന്നവരെ ചാടിയെടുക്കുക. പക്ഷെ കത്തിക്കാൻ പോയപ്പം ഇവരുടെയും വെട്ട് വിളക്ക് എണ്ണ വറ്റിയാണ് കെട്ടത്, രണ്ടുപേരുടെയും കൂട്ടം. പക്ഷെ മറ്റവർക്കൊരു കാര്യം, കത്തുന്നില്ലെന്ന് കണ്ടപ്പോൾ ചാടിപ്പോയി പെട്ടെന്ന് എടുത്ത് നിറയ്ക്കാൻ അവരുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നു, സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഇവരും എന്ന് പറഞ്ഞു, കൊടുത്താ ഇച്ചിരി സ്റ്റോക്ക് ചുരുത്താ. അവൻ ഒത്തോണം പ്രശ്നം ഇതാ, വിശുദ്ധിയില്ലെന്നുള്ളതല്ല. ശ്രദ്ധിച്ചോണം, ഈ മർമ്മം നിങ്ങൾ ആരും ശ്രദ്ധിച്ചോണം. വിശുദ്ധിയില്ലെന്നുള്ളതല്ല വിഷയം. അവിടെ പരിശുദ്ധാത്മാവിന് ചെവി കൊടുക്കുക, ആത്മാവിനെ അനുസരിച്ച് നടക്കുക, ആത്മനിറവിനാൽ നിറയ്ക്കപ്പെടാൻ. റെജിൽ കൂടി വൃതാവില്ല വന്ന് ഞാൻ ആ എക്സ്പീരിയൻസ് ഇതുവരെയാണ് വിഷയം. ഐ ഫീൽ ഐ ഗെറ്റ് ഇറ്റ് എന്ന വായിൽ പറഞ്ഞത് വൃതാവല്ല, ആത്മാവ് തന്നെ പറയിച്ച നിനക്ക് വേണം അത്, ഇല്ലെങ്കിൽ നിൽക്കാൻ പ്രയാസം. യു ഹാവ് ടു ബോൺ ഇൻ ദ ഹോളി സ്പിരിറ്റ്. എന്നാൽ മാത്രമേ ഈ പ്രതിസന്ധികളുടെ മധ്യത്തിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റുള്ളൂ. നിന്നെ സഹായിക്കുന്ന ഹെൽപ്പർ, പാരക്ലീറ്റ്, ഹെൽപ്പർ. ആ ഹെൽപ്പർ ഉണ്ട്. ആരാ നിന്നെ തട്ടി താഴ്ന്ന് ഏത് തീ ചുളവന്നാലും അതിന് മധ്യ തീയായി നിൽക്കാൻ നിന്നെ കൊണ്ട് കഴിയും. അതുകൊണ്ട് അവിടെ പറ്റിയുള്ള കുഴപ്പം അവരുടെ സ്റ്റോക്കിലായിരുന്നു. രണ്ടുപേരുടെയും വിളക്ക് കെട്ടു, പക്ഷെ അവർക്ക് ചാടി നിറയ്ക്കാൻ ഒരു അവസരം ഉണ്ടായിരുന്നു. അവിടെ ഇന്ന് പകൽക്കാലം വ്യഗ്രതയോടെ കരയെ പരിശുദ്ധ. And when the foolish virgins, when they saw they did not have any oil, they asked the wise ones for it, but the wise ones refused. And there has to be some kind of spiritual significance behind that, because like the wise ones, if the wise ones had given the oil to the foolish ones as well, all 10 of them possibly could not have gotten into the wedding feast. If you are currently in the place of the wise virgin, then you must know that you must not compromise the anointing that you have because of situations and people around you. You must know what you're prepared and ready for, and have that not any distracted vision, unadulterated vision before you of staying ready for the bridegroom. ഇന്ന് പകൽക്കാലം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ, സത്യം പറഞ്ഞാല് ദൈവ ആത്മാവിൽ വിളിക്കപ്പെട്ട, നമ്മൾ കണ്ടു ദാസ്യ സേവനം, മറ്റുള്ളവരെ കരുതണം, ശുശ്രൂഷിക്കണം എന്നൊക്കെ കേട്ടാണ് വളർന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ 5 കന്യകമാര് കാണിച്ച പരിപാടി വല്ലാത്ത പരിപാടിയായി പോയില്ലേ. കാരണം അവർക്കൂടെ കൊടുത്തിട്ട് അവരോട് കർത്താവിന്റെ വചനത്തിലെ വരവിൽ അങ്ങനെ പരിപാടിയൊന്നും ഇല്ല. കാരണം ഇമ്പോസിബിളാണ്. അമ്മ സ്വന്തം കൊടുത്താൽ, എല്ലാവർക്കും കൊടുത്താൽ ഇവരുടെയും വഴക്കം ചെയ്യാൻ പറ്റും, കെട്ടുപോകാൻ പറ്റും. അതുകൊണ്ടാണ് ബൈബിളിലെ ബലാത്കാരികൾ ബലാത്കാരാണ്. നിന്റെ അവകാശം, നീ ബലാത്കാരം, നിന്റെ തലമുറ ഇവിടെ നീ ബലാത്കാരനെ പിടിച്ചു, അതിനാ ദിവസം നീ ഓടി വന്ന് നിന്നെ തന്നെ നടക്കേണ്ടത്. നാട്ടുകാർ വലിയ ചിലരുണ്ട്, എനിക്ക് വലിയൊരു പ്രയാസമാണ്. ഇത് പ്രാർത്ഥന കൊതിച്ചിട്ടൊന്നുമല്ല. ഈ ചിലരുണ്ട്, അയ്യോ പാസ്റ്ററെ പ്രാർത്ഥിക്കണേ, എന്റെ മിനിസ്റ്റർ വിഷയം പൈസ കിട്ടാനാ, അല്ലാതെ പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല വിഷയം. കാരണം കർത്താവിന് അറിയത്തില്ലയോ നിന്റെ മിനിസ്ട്രിയെ കുറിച്ച്? ഞാൻ പ്രാർത്ഥിച്ചിട്ടാണോ നിന്റെ മിനിസ്ട്രി വളരുന്നത്? ഒരിക്കലും അല്ല. കർത്താവ് നമ്മുടെ വിഷയം അറിയത്തില്ലയോ? അപ്പൊ ഈ പ്രാർത്ഥന വിളിച്ചു വന്ന ആ പരിപാടിയല്ല വിഷയം. അവൻ നീ നിറയ്ക്കണം, നീ മറ്റൊരുത്തനല്ല. നിന്നെ പ്രാർത്ഥിക്കുന്ന നല്ല കാര്യം, മറ്റുള്ളവർ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവ് ഒരുക്കിക്കോട്ടെ. പക്ഷെ നിന്റെ തലമുറ, നിന്റെ കുടുംബം, നിന്റെ ആത്മീയ ജീവിതം, ഇറ്റ്സ് യുവർ ഓൺ പേഴ്സണൽ തിങ്. അതിനുവേണ്ടി നീ അധ്വാനിക്കണം, നീ സമയം കണ്ടെത്തണം. മറ്റുള്ള കാര്യം വേണ്ടാന്ന് വെക്കണം, എനിക്ക് യേശു അധികം വെക്കണം. അത് ഏത് ജോലി പോയാലും, അത് ഏതിന്റെ ഫ്യൂച്ചർ തകർന്നാലും, ഏത് ബിസിനസ് പോയാലും കർത്താവിന്റെ സന്നിധി കഴിഞ്ഞിട്ടുള്ള മതി. കാരണം അവിടെയാണ് നിത്യജീവൻ ഇരിക്കുന്നത്. അവിടെയാണ് അവൻ. അവിടെ വന്നോണ്ട് അവിടെ പോകുന്നത് ആ കർത്താവിനെ അനുസരിച്ച് നടന്നാല് അവൻ കാക്കയെ കൊണ്ട് പോഷിപ്പിക്കാൻ പറ്റും, വിധവയെ കൊണ്ട് പോഷിപ്പിക്കാൻ പറ്റും. മറ്റേ നീ കോടികൾ ഉണ്ടായാലും കാര്യങ്ങൾ നടക്കത്തില്ല. അതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം അവന്റെ സന്നിധി മതി, അവന്റെ അടുക്കം മതി. നീ അവന്റെ അടുക്കം വന്നു കഴിഞ്ഞാൽ കുഞ്ഞെ ഒത്തിരി ഒന്നും വേണ്ട, അല്പമേ വേണ്ടൂ. അവൻ അല്ല, ഒന്നും മതി. മറിയ നല്ല അംശം, ദൈവസന്നിധി ഇരുന്ന ഊർജം, സ്രോതസ്, അവളുടെ അധ്വാനമോ സ്ട്രെസ്സോ അല്ല, ആ ജീവന്റെ വെളിച്ചം. അത് ദൈവസന്നിധി ഇരുന്നാൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പം അവൻ ദൈവത്തെ അറിയുന്ന ബുദ്ധിമാന്മാരായ കന്യകമാർ ഒരിക്കലും അവർ കോംപ്രമൈസിലേക്ക് പോകത്തില്ല. നമ്മളും ഇല്ലെല്ലാം ഫ്രണ്ട്സ് ആണല്ലോ. വിശുദ്ധി വരുമ്പോൾ അവൻ നാടോടുമ്പോ നടുവേ ഓടുന്നവരല്ല അവൻ ഭക്തന്മാര്. അവൻ അവർക്ക് ഉപദേശമുണ്ട്, അവർക്ക് വ്യവസ്ഥയുണ്ട്. വിട്ടുകളഞ്ഞ് ഇത് പകർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് കളയാനുള്ളവരല്ല. കാരണം അവർക്ക് കത്തി നിൽക്കേണ്ടതാ കർത്താവിന്റെ കർത്താവ് മണവാളം വരുമ്പോൾ. The final thing I want to leave you with is when the foolish virgins came back with that oil after buying it from some kind of vendor, coming back with the oil, all of the ones who were ready already went into the banquet hall and the door was shut. When they came and said, Lord, Lord, open to us as well,
From inside came the voice, "Truly I say to you, I do not know you." The bridegroom isn't pretending not to know them or lying or ignoring them. He says, "Truly I say to you." How can he lie? Why is the bridegroom lying? He's not. That means from the get-go, the bridegroom was not aware of the existence of these 5 foolish virgins, because he doesn't recognize holiness that does not have to do with the Holy Spirit standard that he's coming for. ശ്രദ്ധിക്കണേ പ്രിയമുള്ളവരെ, മണവാളൻ വന്നു, 5 പേര് ഒരുങ്ങിയിരുന്നവര്, കത്തിയവര്, എണ്ണ ഉണ്ടായിരുന്നവർ അകത്ത് കയറി വാതിൽ അടച്ചു. കൃപയുടെ വാതിൽ പൂട്ടാൻ തുടങ്ങിയ പ്രിയമുള്ളവരെ, രക്ഷിക്കപ്പെട്ട് ജ്ഞാനപ്പെട്ടവനെ തിരിച്ചു കയറ്റണം നിർബന്ധമൊന്നുമില്ല. ശ്രദ്ധിക്കണം. എന്നിട്ട് ഇവര് പോയി എണ്ണയൊക്കെ കൊണ്ടുവന്ന് ഓടി വരികയാ. തിരിച്ചു വന്നപ്പോഴത്തേക്ക് വാതിൽ എന്ത് ചെയ്തു? നോക്കിയത് കർത്താവേ വാതിൽ തുറക്കണേ. പിന്നെ കർത്താവ് നിങ്ങൾ ശ്രദ്ധിക്കണം. കർത്താവ് അകത്തുനിന്ന് വരുന്ന ആ ശബ്ദം നിങ്ങൾ കേൾക്കണം. ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് സത്യമായി. കർത്താവ് കള്ളം പറയുമോ? എന്റെ അർത്ഥം, നീ ഇന്ന് രാവിലെ ആരാധിക്കാൻ വന്നിരിക്കുമ്പോഴും കർത്താവ് നിന്നെ അറിയണമെന്നില്ല. കാരണം നീ നിന്റെ ഇഷ്ടത്തിന് ഓടുന്നവനാകാം. പരിശുദ്ധാത്മാവിന് ചെവി കൊടുക്കാതെ, പരിശുദ്ധം പലവട്ടവും നിന്നോട് പലവട്ടവും സ്നേഹത്തോടെ പലവട്ടവും വഴികൾ ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ നിന്നെ ഓർപ്പിച്ചിട്ടും ശ്രദ്ധിക്കാതെ നീ ഓടുന്നവനാകുമ്പോൾ ഒരു കാര്യം ഓർത്തും, മണവാൾ നിന്നെ അറിയത്തില്ല. രക്ഷിക്കപ്പെട്ടെന്ന് സാധനം പറഞ്ഞിട്ടും പാവനമോ അറിയത്തില്ല. കാരണം കർത്താവ് കള്ളം പറയത്തില്ല. അകത്ത് കയറിയ 5 കന്യകമാരെ വാതിലടച്ചു കഴിഞ്ഞപ്പോൾ ഇവര് വന്ന് മുട്ടിയിട്ട്, കർത്താവേ നിങ്ങൾ കന്യകമാരാന്ന് ഓർത്തോണേ, ഈ ടീയതാ നീ ചെയ്യുന്ന കർമ്മപ്രവൃത്തികളോ നിന്റെ വിശുദ്ധിയോ അല്ല അകത്ത് കയറ്റാൻ. അതുകൊണ്ട് അന്ന് കെവിൻ പറഞ്ഞ മോൻ പ്രസംഗിച്ചപ്പോൾ, വിശുദ്ധി എന്നൊരു കാര്യം നീ അറ്റൈൻ ചെയ്യുന്നതല്ല, ദൈവം നിനക്ക് ഉയർത്തി തരുന്നൊരു പദവി. അതൊക്കെ ഈ ലോകത്തെ മനുഷ്യപ്പെട്ട ആൾക്കാർ എതിർക്കും. അല്ല, അതാ സത്യം. അതുകൊണ്ട് വിശുദ്ധിയുള്ളവർ വന്നിട്ട് നോക്കിയിട്ട് പറയും, ഞാൻ സത്യമായിട്ട് പറയും, ഞാൻ നിങ്ങളെ ഒരു നാളും ഉദ്യോഗിട്ടില്ല. അപ്പോൾ ആരാധനയ്ക്ക് വന്നവരല്ലേ, വിളക്ക് കത്തിച്ച് മണവാളിന് വേണ്ടി കാത്തിരുന്നവരല്ലേ. അതുകൊണ്ട് അന്ന് അവർ പ്രവചിച്ചു, ഇതൊന്നും സീറോ മിനിസ്ട്രി ചെയ്തു സിറ്റിക്ക് ചുറ്റും. ഹൂ കെയർസ്? അങ്ങനെ ഒരു കാലത്ത് എഴുതിയിട്ടില്ല. ഇതുപോലെ എനിക്കുള്ള തീയായിട്ടുള്ള വചനം, ഇത് ചെറിയൊരു കാര്യമില്ല. ഇതൊന്നും ആരും ഇത്രയും എക്സ്പ്രസ് ആയിട്ട് പറഞ്ഞു കാണത്തില്ല. ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ്. വരുമ്പോൾ പറയാ സത്യമായിട്ട്. നമ്മൾ കർത്താവ് ഞാൻ അറിയാതിരിക്കും. ഇല്ല, ഇന്ന് പകൽക്കാലം കർത്താവ് നീ ആരാധിക്കാമെന്ന് സ്തുതിക്കാമെന്ന്, പക്ഷെ നിന്നെ കർത്താവിന് അറിയുന്നതുമില്ല. അറിയാത്തവരുടെ ഗണത്തിലാകാനല്ല ഇന്ന് പകൽക്കാലം ആരാധിക്കുമെന്ന്, കർത്താവ് നിന്നെ അറിയണം. God has to know you. അങ്ങനെയാണെങ്കിൽ പ്രിയ മക്കളെന്ന പോലെ അവനെ അനുകരിക്കണം, അവനെ അനുഗമിക്കണം, പ്രിയ മക്കളാകണം. ജോസഫ് മക്കളാന്ന് വിളിക്കപ്പെടാൻ അവകാശം വന്നിരിക്കുക. അവകാശം വന്നതേ ഉള്ളൂ. നീ അവകാശം യൂട്ടിലൈസ് ചെയ്യണം. കർത്താവ് നിന്നെ അറിയണം. അറിഞ്ഞില്ലേ, നിരീക്ഷിക്കപ്പെട്ടതോ സ്നാനപ്പെട്ടതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. വിശുദ്ധി എത്ര ജീവിച്ചെന്ന് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനമില്ല. അവൻ നീ വചനപ്രകാരം തന്നെ വിശുദ്ധിക്കാത്ത ഒരു പ്രയോജനമില്ല. ഇന്ന് പകൽക്കാലം ഹോളി സ്പിരിറ്റ് ശക്തിയോട് സഭയോട് എന്നോട് നിങ്ങളോട് സംസാരിക്കുക. അല്ലെ കർത്താവ് പറയും, സത്യമായിട്ട് ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്നുള്ള വാക്ക് കേൾക്കാൻ നമുക്കിടയാകരുത്. So in verse 13, the final one says, "Watch therefore, for you know neither the day nor the hour." As we are reminded in Revelation chapter 22, let the evildoers still do evil and the filthy still be filthy. Let the ones who are sleeping, let them continue to sleep. Let the ones who have not considered enough oil for themselves, let them continue to do so. The foolish ones, let them continue in their foolishness. But you continue to do righteousness. Continue to be holy. Do not grow weary in doing what is right. For the bridegroom is saying, "Behold, I am coming soon." It might not be according to your timing and your agenda, your perfect timing. He doesn't come according to your timing. He says, "I'm coming soon, bringing my recompense with me to repay each one for what he has done." If you are ready for his arrival, you will be with him at the banquet table. ശ്രദ്ധിക്കണം. തളർന്നു പോകാൻ ഞാൻ തക്ക സമയത്ത് കൊയ്യും. അനേകർ പലത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് നീയും തളർന്ന് ചെയ്യാതിരുന്നാൽ നിനക്ക് പോയി. അതുകൊണ്ടാ പറയുന്നത്, അശുദ്ധൻ ഇനിയും അശുദ്ധി ചെയ്യട്ടെ, അനീതിയുള്ളവൻ ഇനി അഴുക്കാകട്ടെ, അവൻ സ്വന്തം വിശുദ്ധൻ ഇനി തന്നെ വിശുദ്ധീകരിക്കട്ടെ. വിശുദ്ധൻ ഞാൻ തിന്നു ചേർന്നു, ഞാൻ കണ്ടിന്യൂ, പ്രാർത്ഥനയിൽ കണ്ടിന്യൂ, ആരാധനയിൽ പലപ്പോഴും ഞാൻ ഉത്സാഹിക്കും. വചനം എന്നോടാണ് ചിന്തിക്കുന്നത്. കാരണം അവൻ പലപ്പോഴും എന്തിന് വൈ വാട്ട് എന്ന് പറഞ്ഞാൽ നമ്മള് അവൻ തള്ളുമ്പോൾ വിശുദ്ധനെ നീ തന്നെ എന്ത് ചെയ്യണം, വിശദീകരിക്കണം. പ്രവർത്തി ദൈവത്തിന് നീ ഉത്സാഹിച്ചോണം. ആരുണ്ടോ ഇല്ലയോ നിനക്ക് വിഷയമില്ല. നീ പോയാൽ നിനക്ക് പോയി. വരുമ്പോഴത്തേക്ക് അവൻ കർത്താവ് പറയും, ഞാൻ നിന്നെ ഒരു നാൾ എന്തിട്ടില്ല.
കൃത്യമായിട്ട് ഇന്ന് പകൽക്കാലം അതുകൊണ്ടാണ് പറയുന്നത്, അവൻ നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകരുത്. തളർന്നു പോകാൻ ഞാൻ ഈ തക്ക സമയത്ത് എന്ത് ചെയ്യും? ഇന്ന് പകൽക്കാലം കൊടുക്കാൻ പ്രതിഫലം അവന്റെ പക്കലുണ്ട്. അവൻ പറയും, ഇതാ ഞാൻ കല്ലണെ പോലെ വരുന്നു. നാം വായിച്ചു കേട്ടു, ഏത് നാഴികയ്ക്കും, അതാ 10 കന്യകമാരുടെ ഏത് നാഴികയ്ക്ക് വരുമെന്ന് അറിയാത്തത് കൊണ്ട്, ഏത് നേരം വരുമെന്ന് അറിയാത്തത്. ഓൾറെഡി രാവിലത്തെ പ്രസംഗം ശക്തിയോട് ഏത് നേരം വരുമെന്ന് അറിയാത്തതുകൊണ്ട് വിശുദ്ധിയത്തിലേക്ക് ഒരുങ്ങുവാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹോപ്പ്, പ്രത്യാശ, അവൻ നമ്മളെ വിശുദ്ധിയത്തേക്ക് ഞങ്ങളെ അവൻ പ്രാപ്തരാക്കണം. ഈ വചനാദ്യമായ കർത്താവ് അനുഗ്രഹിക്കുമ്പോൾ നാം എഴുന്നേറ്റുന്ന ഒരു ഗാനം പാടി പിരിഞ്ഞു പോകാം. എത്ര മനോഹരമായ അനുഗ്രഹം! അവസാനത്തെ ഒരു ഗാനം അവൻ ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. നമുക്ക് ദൈവം